പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വിശാഖ നക്ഷത്രമാണ്, അതായത് ഇന്ന് 5ാമത്തെ ദിവസം. ഇന്ന് നമ്മളിടുന്ന പൂവിന്റെ കളറുകൾ 5ആണ്. അമ്മ ഓൾറെഡി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ അമ്മ രാത്രി ചെയ്തു വെക്കും കേട്ടോ. രാവിലെ എണീറ്റ് പൂവിടുന്ന ഒരു പരിപാടിയേ ഉള്ളൂ. ഇവർ എണീക്കുന്നതിന് മുമ്പ് ഞാനൊരു എന്നെ കൊണ്ട് അറിയാവുന്ന രീതിയിൽ ഒരു ചെറിയൊരു കളം ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. എനിക്കങ്ങനെ വരക്കാനൊന്നും അറിഞ്ഞൂടാ. സ്കെയിലും വട്ടവും ഒക്കെ വരച്ച് ഞാനൊരു ചെറിയൊരു പൂക്കളം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഇവരോട് സഹായിക്കാൻ നിന്നിട്ടുണ്ട്. എന്റെ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒന്ന് അവർക്കൊന്ന് ഹെൽപ്പ് ചെയ്തു എന്നല്ലേ ഉള്ളൂ. അപ്പം ഏകദേശം 5 ദിവസമായി നമ്മൾ ഓണം സീരീസ് തുടങ്ങിയിട്ട്. ആരൊക്കെയാണ് കാണുന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കമന്റ് ചെയ്യണം. ആരും തന്നെ കമന്റ് ഒന്നും ചെയ്തിട്ടില്ല. എങ്ങനെയെങ്കിലും ഏതെങ്കിലുമൊക്കെ രീതിയിൽ പല സ്ഥലങ്ങളിലും നമ്മളെ വീഡിയോ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാനിതെന്തായാലും കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് വിചാരിക്കുന്നത്. ഞാനന്ന് പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരാൾ കാണാനുണ്ടെങ്കിൽ ഞാനത് കണ്ടിന്യൂ ചെയ്യും. കുറച്ചു പേരൊക്കെ കാണാനുണ്ട്, അഭിപ്രായങ്ങൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ അറിയിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് രാവിലത്തെ വിശേഷങ്ങൾ. നിങ്ങളുടെ ഫൈനൽ പൂക്കളം എങ്ങനെയുണ്ടെന്നൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇതാണപ്പോ നമ്മുടെ ഇന്നത്തെ പൂക്കളം. വലിയ രീതിയിൽ വരച്ചിട്ടില്ലെങ്കിലും ചെറിയ രീതിയിൽ എന്തൊക്കെയൊക്കെ ആയിട്ടുണ്ടല്ലേ. അതിനിടയിൽ പിള്ളേർ കളിക്കുന്നുണ്ട്. അപ്പോൾ സാൻവി ഒന്ന് വീഴുകയും ചെയ്ത് പിന്നെ അതിന്റെ പുറകെയായി. അതും കഴിഞ്ഞ് ഞാൻ മേലെ ചെന്ന് നോക്കുമ്പോൾ ലാലോട്ട് ഫിഷിന് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് ഫിഷ് ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് വലിയൊരു മീൻ വളർത്തൽ കേന്ദ്രമൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ കൊറോണ സമയത്ത്. ഇപ്പൊ ലാലോട്ടൻ ചെറിയൊരു തട്ടിക്കൂട്ടൽ സംഗതികളൊക്കെ നടത്തി വരുന്നുണ്ട്. ലാലോട്ടിനൊരു പാഷനാണ് മീൻ വളർത്തല്. അപ്പോൾ അതിങ്ങനെ വേണമെങ്കിൽ നല്ല ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ലാലോട്ടൻ സെറ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാം വേറൊരു വീഡിയോയിലാവട്ടെ. ഇത് ജസ്റ്റ് ഞാനൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തുന്നേ ഉള്ളൂ. ലാലോട്ടനും സാൻവിക്കും മീൻ ഭ്രാന്താണ്. അപ്പോൾ എനിക്ക് കുറച്ച് അലക്കിയതൊക്കെ ആറിടാനൊക്കെ ഉണ്ട്. മഴയായതുകൊണ്ട് തന്നെ ഒന്നും ഉണങ്ങുന്നില്ല. അപ്പം ഞാൻ ഒരുവിധം ഉണങ്ങിയതൊക്കെ എടുക്കാൻ പോയി. അതൊക്കെ എടുത്ത് ഞാനതൊരു റൂമിൽ കൊണ്ടിടും. ആ സമയത്ത് തന്നെ കുറച്ചൊക്കെ മടക്കി വെച്ച്, രാവിലെ പറഞ്ഞതുപോലെ സ്കൂൾ ഇല്ലാത്തത് കൊണ്ട് വലിയ തിരക്കില്ല. അപ്പൊ ഞാനതൊക്കെ ഒന്ന് മടക്കി വെക്കട്ടെ. ഞാനിങ്ങനത്തെ ജോലികളൊക്കെ ചെയ്യുമ്പോൾ അടുക്കളയിലുള്ള എല്ലാ കാര്യങ്ങളും അമ്മയാണേ നോക്കുക. അപ്പോൾ ഇന്ന് ചായക്ക് പുട്ടും ചെറുപയർ കറിയാണ്. ഞാനും ലാലോട്ടനും അമ്മയും ബസ്സും കൂടി ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട്. സാൻവി അപ്പുറത്ത് ഭവീശിനടുന്ന് പോയി ചായ കുടിച്ചിട്ടുണ്ട്. ബസ്സും കുടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും അവന് ഞാൻ കുടിക്കുമ്പോൾ ഒന്ന് വന്ന് ബുദ്ധിമുട്ടിച്ചില്ലെങ്കിൽ എന്തോ പോലെയാ. അതും കഴിഞ്ഞ് ഞാൻ പാത്രമൊക്കെ കഴുകി വെച്ച് ഇനിയിപ്പോൾ കുറച്ച് സമയത്തേക്ക് ഞങ്ങൾ ഫ്രീ ആണ്. വേറെ പരിപാടികളൊന്നുമില്ല. ചിലപ്പോൾ വസുവിന് ഓർക്കാനുണ്ടാവും. അധിക സമയം ഇപ്പം വസു ഉറങ്ങുന്നില്ല. കുറച്ചുകൂടെ കഴിഞ്ഞിട്ടായിരിക്കും ഉറങ്ങാം. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കും. ഇടാനുള്ള വീഡിയോ ഒക്കെ നോക്കും, കമന്റ്സ് ഒക്കെ കൊടുക്കും, റീൽസ് ഒക്കെ നോക്കും. അങ്ങനത്തെ ഓരോ പരിപാടികളായിരിക്കും. അപ്പൊ കുറച്ച് ദിവസത്തിന് ശേഷം ഇന്ന് ചെറിയ രീതിയിൽ വെയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ബാക്കിയുള്ള തുണികളൊക്കെ പുറത്തിടുന്നതാണ്. എനിക്കങ്ങ് ഉള്ളിലേക്ക് ഇടാനുള്ളതുണ്ട്. ഇന്ന് രാവിലെ എടുത്തിട്ടാണ്. ഇന്നലെ ഇട്ട തുണികൾ ഇന്ന് രാവിലെ എടുക്കും. എന്നിട്ട് ഇന്നത്തെ തുണികൾ അതിലേക്ക് ഇടും. വെയിലറച്ചു കഴിഞ്ഞാൽ എല്ലാം അന്ന് തന്നെ എടുക്കാം, വലിയൊരു പണി കഴിയും. പക്ഷെ ഇതിപ്പോ അലക്കുന്നതിലും പണിയാണ് ആറിയിടുന്നത്. അലക്കിയതൊക്കെ ആറിയിട്ട് വരുമ്പോഴാണ് ഞാൻ ആ കാഴ്ച കണ്ടത്. ജോലിക്ക് പോകാൻ നോക്കുന്ന ആള് പിന്നെയും ഫിഷിന്റെ അടുത്ത് തന്നെയാണുള്ളത്. ഫിഷിന് ഇങ്ങനെ ഫുഡ് കൊടുക്കുക. ലാലോട്ടൻ ചെയ്യുന്ന രീതികളൊന്നും എനിക്കറിയില്ല കേട്ടോ. ലാലോട്ടൻ അത്രയും വൃത്തിയായിട്ട് ഫിഷിനൊക്കെ നോക്കും. അപ്പോൾ എനിക്ക് ഇനിയും മുകളിൽ അലക്കിയത് അറിയിടാനുണ്ട്. ഞാനതൊക്കെ കൊണ്ടുപോയി. പിന്നെ ഇതാ വസ്കുട്ടൻ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ, പാല് കുടിച്ച് കുറച്ചു നേരം ഉറങ്ങും. അപ്പോൾ വസു ഉറങ്ങാത്തത് കൊണ്ട് ഞാൻ അവർക്ക് രണ്ടാക്കും പാലൊക്കെ കൊടുത്ത് ഇനിയിപ്പോൾ അവരതൊക്കെ കുടിച്ച് കുറച്ചു നേരം അവിടെ നിന്ന് കളിച്ചോളും.
നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ കുറച്ചു നേരം പുറത്തൊക്കെ ഇരുന്ന് ഉച്ചയ്ക്ക് ശേഷത്തെ വീഡിയോ ഒക്കെ ചെയ്യണം എന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എഡിറ്റിംഗ് ഒന്നും അതിന് ശേഷം സാധിക്കില്ല. ഞാൻ 7 മണിയാകുമ്പോഴത്തേക്ക് വീഡിയോ ഇടാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ബൈ.